അയ്യ വണക്കം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞായറാഴ്ചയാണ്, കണ്ടന്റിന് നല്ല ക്ഷാമമുള്ള ദിവസമാണ്, അതായത് വാർത്താ ദാരിദ്ര്യമുള്ള ദിവസമാണ്. രാവിലെ എണീച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ജോലിക്കൊന്നും പോകണ്ട, ഇങ്ങനെ ഒരു ആലസ്യത്തിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ. പക്ഷേ ഡോണ്ട് വറി, ബി ഹാപ്പി. CPM ഉള്ളിടത്തോളം കണ്ടന്റിന് യാതൊരുവിധ ക്ഷാമം ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൈ നിറയെ കണ്ടന്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലൊന്നൊന്നായി ഞാൻ ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ് എന്നുള്ള രീതിയിൽ എടുത്ത് വീശാൻ പോവുകയാണ്. ആദ്യം തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത പറയട്ടെ. അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ വിഷയത്തിൽ ED കണ്ടുകെട്ടിയ സ്വത്ത് വകകളുടെ ബാഹുല്യം കഴിഞ്ഞ ദിവസം 29.29, അങ്ങനെയല്ല 29.29 കോടി രൂപയുടെ CPMന്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടി. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നുമായിട്ട് കരിവന്നൂരിലെ മുഴുവൻ ആൾക്കാരെയും പറ്റിച്ച വകയിൽ ആമാരെയെല്ലാം പിടിച്ച് ആടാപടല ആസനത്തിൽ കൂടെ കുന്തം കയറ്റി 117 കോടി രൂപയുടെ സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ കണ്ടുകെട്ടിയിരിക്കുന്നത്. എത്രയാണ്? 117 കോടി രൂപയുടെ സ്വത്ത്. ആഹാ, ദുന്ദുബിനാദം നാദം നാദം. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അജയ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അജയ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് എടുത്തു പറയണമല്ലോ. വിജയ് മല്യ, കോൺഗ്രസ് ആണ് വിജയ് മല്യയ്ക്ക് എന്ത് കൊടുത്തത്? വിജയ് മല്യയ്ക്ക് ലോൺ കൊടുത്തത്. ലോൺ കൊടുത്ത വിജയ് മല്യ അതും കൊണ്ട് പൊടിയും തട്ടി നേരെ വിദേശത്തോട്ട് കടന്നു. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. അപ്പോൾ കോൺഗ്രസ് എന്താ പറഞ്ഞത്? CPM കൂടെ ചേർന്ന് പറഞ്ഞു, ഇതാ വിജയ് മല്യയെ നരേന്ദ്രമോദി കടന്നു കളയാൻ അനുവദിച്ചു എന്ന്. അപ്പം നരേന്ദ്രമോദി എന്ത് ചെയ്തു? വിജയ് മല്യയെ ആടാവടലം പൂട്ടി 13,000 കോടി രൂപ, 5,000 കോടിയാണ് എടുത്തത്, 13,000 കോടി രൂപ തിരിച്ചിങ്ങോട്ട് കണ്ടുകെത്തി. അവസാനം വിജയ് മല്യയെ പറഞ്ഞു, ഇനിയും കണ്ടുകെട്ടരുത്, ഇനിയും കണ്ടുകെട്ടാ ഒന്നുമില്ല, പുറത്തോട്ടിറങ്ങി നിന്നാൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡി കൂടെ ഉള്ളൂ, അതുകൂടെ ഞാൻ ഊരിത്തരാമെന്നാണ് നരേന്ദ്രമോദിയോട് വിജയ് മല്യ പറഞ്ഞത്. അപ്പൊ ഇവിടെ കിടന്ന് CPM പറഞ്ഞത്, സ്വത്ത് കണ്ടുകെട്ടിയാലൊക്കെ എന്താകാൻ, അയാളെ തിരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ CPM ആണ് ഇപ്പോ CPMന്റെ സ്വത്തുക്കളും ശിങ്കിടികളെ സ്വത്തുക്കളും എല്ലാം 117 കോടിയോളം രൂപ കണ്ടുകെട്ടിയപ്പോ അയ്യോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഞ്ചിക്കുന്നേ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചതിക്കുന്നേ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫാസിസ്റ്റ് നടപടിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത്. കരയടാ, ഒന്നുകൂടെ ഒച്ചത്തിക്കര, നീട്ടി കരയൂ, എങ്കിൽ മാത്രമേ എന്ത് വരൂ? താളം വരൂ. അതുകൊണ്ട് നീട്ടി കരയൂ. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 117 നോട്ട് ഔട്ടിൽ നിൽക്കുകയാണ്. 300-400 കോടി രൂപയാണ് അഴിമതിയായിട്ട് നടത്തിയിരിക്കുന്നത്. അതായത് പാവങ്ങളുടെ പൈസ മുഴുവൻ പറ്റിച്ചിരിക്കുന്നത്. ആ പാവങ്ങളുടെ പൈസ പറ്റിച്ചതിൽ 300 കോടിയിൽ നിന്നും നമുക്കൊരു 800 കോടിയെങ്കിലും നമ്മൾ പിടിച്ചെടുക്കും. പിടിച്ചെടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തിരിക്കും. 300 കോടിയിൽ നമ്മൾ നിർത്തൂല, 800 കോടി പിടിച്ചെടുക്കും. പോരാത്തതിന് അഴി എണ്ണിക്കും, കമ്പി ഇങ്ങനെ കിടന്ന് എണ്ണും. ജയിലിനകത്ത് കിടന്ന് സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. എന്ത് കഴിഞ്ഞാലും അത് നല്ലൊരു ശുഭകരമായിട്ടുള്ള വാർത്തയായിരുന്നു അല്ലേ? സന്തോഷം. ഇനി അടുത്ത വാർത്തയാണ് യമണ്ടം വാർത്ത എന്ന് പറയുന്നത്. അതും നമുക്കൊരു സന്തോഷദായകമായ വാർത്തയാണ്. നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അണ്ണന്റെ കസ്റ്റഡി CBI 14 ദിവസത്തേക്ക് കൂടെ നീട്ടി എന്നാണ് പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കുറെ നീതിയുടെ പൊൻകിരണങ്ങൾ തുള്ളിച്ചാടുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇവന്മാരുടെയൊക്കെ കുന്തളിപ്പ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് കെജ്രിവാൾ ഇപ്പൊ ഇറങ്ങി പുറത്തു വരുമെന്ന്. കെജ്രിവാൾ ഒരു പടി എടുത്ത് വച്ചതും അടുത്ത ഹൈക്കോടതിയാണെങ്കിൽ ജാമ്യം മരവിപ്പിച്ചു, നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയാണെങ്കിൽ നടയടി കൊടുത്ത് ഓട്ടിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യവും ഗുദാഗവയായിട്ടിരിക്കുകയാണ്. 14 ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന്. അതും അഴിമതിയാണ്, മദ്യനയ അഴിമതി. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ല. അതായത് 3ാമത്തെ ടേമിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ചില്ലറക്കാരനായിരിക്കില്ല. അദ്ദേഹത്തിന് ഇത്തവണ കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് നിങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞേ, ആപത്തിലോട്ടാണ്, നാശത്തിലോട്ടാണ് എൻ്റെ പോക്ക്. കാരണം കഴിഞ്ഞ തവണ ഒരു പ്രശ്നവുമില്ലായിരുന്നു, കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു, മത്സരിക്കാൻ ഒരാളില്ലായിരുന്നു. പക്ഷെ മത്സരിക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പടി കൂട്ടിയെറിയും, നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഒന്നാമതേ മോദി ഭയങ്കര സ്ട്രോങ് ആണ്. നരേന്ദ്രമോദി സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് മത്സരിക്കാൻ ഒരാൾ കൂടെ അപ്പുറത്തുണ്ടെന്ന് കണ്ടാൽ മോദി എന്ത് ചെയ്യും? മോദി ആണ്ടാപടല അടിച്ചൊതുക്കും. സീരിയസ് ആയിട്ട് പറയാണ്, ചുമ്മാ പറഞ്ഞല്ല, വെറുതെ വളവളവളവളാന്ന് പറച്ചിലൊന്നുമില്ല. ഇനി അങ്ങനെ ആ 2ാമത്തെ വാർത്തയും ശുഭകരമായി പറഞ്ഞു തീർത്തിരിക്കും. ഇനി 3ാമത്തെ വാർത്ത, ഇതാണ് $1 മില്യൺ വാർത്ത. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തേഞ്ഞൊട്ടി പണ്ടാരെ വണങ്ങിപ്പോയ വാർത്ത എന്ന് പറയുന്നത്. വീണ ജോർജിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വീണ ജോർജ് സൊൽറതാ ചെയ്വ സേറും മട്ടുതാ സൊൽവ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. വീണ ജോർജ് പറയുന്നതും ചെയ്യില്ല, പറയാത്തതും ചെയ്യില്ല. വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യമന്ത്രി ഒരു കാശിനും കൊള്ളാത്ത ആരോഗ്യമന്ത്രിയാണെന്നാണ് CPMനകത്ത് നിന്നുള്ള ആൾക്കാരുടെ തന്നെ വിമർശനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വീണ ജോർജ് ഒരു ഉത്തരവ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കി. ആരോഗ്യ വകുപ്പിന്റെ ആ ഉത്തരവിൽ പറയുന്നത് എന്താണെന്നറിയാമോ? കേന്ദ്ര സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ഞങ്ങളല്ലേ പൈസ തരുന്നതിന്, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും ഞങ്ങളാണ് കാശ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മുതൽ അവിടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, ഇനി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഇല്ല, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് വെച്ചോണം എന്ന് പറഞ്ഞ് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു കത്ത്
നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അയച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വിചാരിച്ച കഴിഞ്ഞ 2 ടേമിലും നരേന്ദ്രമോദി ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ വല്ലതും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ ഫണ്ട് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തവണ ഇതും അങ്ങോട്ട് നടപ്പിലാക്കേണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞ നവകേരള സദസ്സിൽ വന്ന് വലിയൊരു പ്രസംഗം അങ്ങോട്ട് വെച്ച് കാച്ചി. ഇതാണ് ആ പ്രസംഗം. കഴിഞ്ഞ ദിവസം വന്ന ഒരു കത്ത് എന്താണെന്നറിയോ? ആ കത്ത് വിചിത്രമാണ്. ഡിസംബർ മാസം 31-ാം തീയതിക്കകം ഇപ്പൊ ഇരിങ്ങാലക്കുട ആശുപത്രി, നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഇരിങ്ങാലക്കുട ആശുപത്രി എന്ന് പറയും, അല്ലെ പ്രാദേശികമായി നമ്മൾ എന്തെങ്കിലും പറയും അതിൽ, അതായത് പ്രാദേശിക ആശുപത്രിക്ക്, ആരോഗ്യ കേന്ദ്രത്തിൽ. പക്ഷെ കേന്ദ്രത്തിന്റെ സർക്കുലർ എന്താണെന്നറിയാം? ഇനി മുതൽ ആശുപത്രികളെ, ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയണം. അതായത് ഇരിങ്ങാലക്കുട ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഞാൻ പോകാൻ പോവാണ് എന്ന് പറയണം. അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം നമുക്ക് നോക്കാം. കണ്ടല്ലോ, ലേഡി പിണറായി വിജയനാണെന്ന് തോന്നിപ്പോകും. നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യമന്ത്രിയുടെ വലിയ രീതിയിലുള്ള വായ്ത്താളം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു? നടപ്പിലാക്കി കൊടുത്തു. ഇനി എന്നെ അടിക്കുന്നെങ്കിൽ ഒറ്റ അടിക്ക് കൊന്നേക്കണം. അതെന്താണെന്ന് ചോദിച്ചപ്പം എനിക്കിങ്ങനെ തലങ്കും മലങ്കും കിടന്ന് അടിയോട്ട് ചാവാൻ വയ്യ എന്ന് പറഞ്ഞാണ് ആരോഗ്യവകുപ്പ് കേന്ദ്രത്തിന് ഇനി ഞങ്ങൾ അങ്ങനെ വച്ചോളാം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിരെന്നോ ആയുഷ്മാൻ ആരോഗ്യ ഹോസ്പിറ്റൽ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചോളാം. പോരാത്തതിന് അതിൻ്റെ താഴെ നമ്മൾ നരേന്ദ്രമോദിയുടെ ടാഗ് ലൈനും എഴുതിക്കോളാം, ആരോഗ്യം പരമധനാൽ പ്രധാനം, ആരോഗ്യം പരമസമ്പൽ പ്രധാനം, ആരോഗ്യം പരംധനം എന്ന് പറഞ്ഞ ടാഗ് ലൈനും കൂടെ ഞങ്ങൾ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നരേന്ദ്രമോദിയുടെ മുമ്പിൽ നമസ്കരിച്ചു. അതായത് നരേന്ദ്രമോദി കൂടുതൽ വിജിലൻ്റായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ തരുന്ന പദ്ധതി നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ പേരിൽ അടിച്ചു മാറ്റി നിങ്ങൾ വോട്ടടിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എന്നെ കുറ്റം പറയുന്നു. ഇത്തവണ എനിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല, അടുത്ത തവണയെങ്കിലും എനിക്ക് ആ കേവല ഭൂരിപക്ഷം തിരിച്ചു കിട്ടണ്ടേ, അതുകൊണ്ട് ജനങ്ങൾ അറിയട്ടെ ഇതൊക്കെ എൻ്റെ പദ്ധതികളാണെന്ന്, അങ്ങനെയെങ്കിലും അവരുടെ വോട്ട് എൻ്റെ അടുത്ത് വരുമല്ലോ എന്ന് നരേന്ദ്രമോദി ചിന്തിച്ചു തുടങ്ങി. ഇതിലെന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ? പറയാനില്ല. കാരണം അങ്ങനെ ഒരു പൊളിറ്റീഷ്യനാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങേര് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയി അടുത്ത തവണ നിങ്ങൾ വോട്ടടിച്ചു കഴിഞ്ഞാൽ അങ്ങേരെന്തോന്ന് വായി ഭക്ഷിച്ചുകൊണ്ടിരിക്കൂ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ആരോഗ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കിക്കോളാം, യാതൊരുവിധ കുഴപ്പമില്ല. സംഭവം കേന്ദ്രം പറഞ്ഞ് നടപ്പിലാക്കാതെ എൻ്റെ പൊന്നുമോനെ 5 പൈസയുടെ ഫണ്ട് ഇവിടെ തരൂല, നമ്മുടെ ഫണ്ടാണ്, നമ്മുടെ ഫണ്ട് നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അതെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു, ജനങ്ങൾക്ക് കൊടുത്തിട്ട് അതിൽ യാതൊരുവിധ പ്രശ്നവും. നിങ്ങളുടെ ഈ കഞ്ഞന്തിരിവ് വേലയുണ്ടല്ലോ, അതായത് ജനങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെയുള്ള കുറേ കമ്മി കുട്ടന്മാരൊക്കെ പറയും ജനങ്ങൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ, ഇത് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് എന്നൊക്കെ ഇവിടെയുള്ള കമ്മി കുട്ടന്മാർ ഇവിടെയുള്ള ജനങ്ങളോട് വിളിച്ചു പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സത്യം തന്നെയാണ്. കേന്ദ്രം തരാനുള്ളത് തന്നെയാണ്, കേന്ദ്രത്തിന്റെ പൈസ ഇവിടെ എത്തുമ്പോൾ അത് ആരോഗ്യമന്ത്രി സപ്ലൈ ചെയ്യാനുള്ളത് തന്നെയാണ്. പക്ഷേ കേന്ദ്രം അത് തരുമ്പോൾ തിരിഞ്ഞു നിന്ന് കേന്ദ്രത്തിനെ തെറിവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് നടപ്പിലില്ല. അതിനി നടപ്പിലാക്കാൻ സാധിക്കില്ല, സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ആ പൈസ മേടിച്ചിട്ട് മാനം മര്യാദയ്ക്ക് ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് പറയാതെ ഇതിതാ നമ്മുടെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി അണ്ണൻ തന്നെയാണെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്, കാശ് അണ്ണൻ തരുമെന്ന്. അതുപോലെ ആരോഗ്യ വകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ബാലഗോപാൽ അണ്ണന്റെ ഫണ്ടാണടാ. ബാലഗോപാൽ അണ്ണൻ്റെ അത് ചോദിക്കും, ബാലഗോപാൽ അണ്ണൻ പറയും ഒന്നുമല്ല, കഴിഞ്ഞ തവണ നമ്മുടെ കിഫ്ബി എണ്ണം ഭരിച്ചല്ലോ, കിഫ്ബി എണ്ണം ചെയ്തു വെച്ചിട്ട് പോയതാണിതാ, ഇതിന്നാണ് ഇങ്ങനെ സ്വനത്തി വരുന്നത്, ഈ ഫണ്ടല്ല. കിഫ്ബി എന്ന് പറയുന്നത് നല്ലൊരു കറവപ്പശുവാണ്, എത്ര കറന്നാലും അതിൽ നിന്നും കുറവ് വറ്റുകയില്ല, ഒരു കാമധേനുവാണ് കിഫ്ബി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കണ്ണി പൊടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം എന്ന് പറഞ്ഞു ഞങ്ങൾ ഫണ്ട് തരൂല എന്ന് പറഞ്ഞപ്പോൾ എന്തായി? സംഭവമല്ല അവതാളത്തിലായപ്പോൾ പറഞ്ഞു ഞങ്ങൾ വെച്ചോളാം, ഞങ്ങൾ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പാവമാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമായി, നിലവിളിയായി, ഒപ്പാരായി, അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അവസാനം കേന്ദ്രത്തിന്റെ ആരോഗ്യ മന്ത്രം എന്നല്ല, ആയുഷ്മാൻ ആരോഗ്യ മന്ത്രം എന്നല്ല, അതിൻ്റെ താഴെ ഞങ്ങൾ ടാഗ് ലൈനും വെച്ച് വലിയ ബോർഡും വെച്ചോളാം എന്ന് പറഞ്ഞപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഇനി 5 പൈസയുടെ ഫണ്ട് കിട്ടില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് കേന്ദ്രം എന്ത് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാലും അതിന് ആദ്യം നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളമായിരിക്കും. ആ കാര്യത്തിൽ നമ്മൾ പിണറായി വിജയനെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ചില സമയത്ത് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങണ്ടെന്ന് തോന്നുന്നു. കാരണം നരേന്ദ്രമോദി അവിടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതിലും മികവോടുകൂടി ഇവിടെ പ്രവർത്തിക്കാൻ നമ്മുടെ പിണറായി സർക്കാരിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. UAPA കേന്ദ്രം അവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് കരിനിയമമാണ്, ഇതിവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അലൻ്റെ ദാഹേനെ മണ്ടയിൽ UAPA എടുത്ത് വെച്ച് കൊടുത്തു. അവസാനം അവന്മാര് ജയിലിൽ കിടന്നു വലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അതായത് നമ്മുടെ പ്രമേയം എന്ന് പറഞ്ഞ് പ്രമേയം എടുത്ത് അങ്ങോട്ട് ഗവർണറുടെ കൈ കൊടുത്ത് ഗവർണർ അത് ചുരുട്ടി കൂട്ടിയെടുത്ത് നേരെ തോട്ടിലോട്ട് എറിഞ്ഞ് അവസാനം
ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഡിറ്റൻഷൻ സെൻറ്റർ ആസാമിന് ശേഷം രണ്ടാമത് കേരളത്തിലാണ് തുടങ്ങിയത്. പക്ഷേ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന പേരിലല്ല തുടങ്ങിയത്. ജനങ്ങൾ എന്ത് വിചാരിക്കും, മോശമല്ലേ? അതുകൊണ്ട് നമ്മൾ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന പേരിലല്ല തുടങ്ങുന്നത്. നമ്മൾ പിണറായി കരുതൽ കേന്ദ്രം അങ്ങനെയുള്ള പേരിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നും വരുന്നത്. ആദ്യം ഒപ്പോസ് ചെയ്യും, പിന്നെ സപ്പോർട്ട് ചെയ്യും. അതൊരു നല്ല നടപടിയാണ്. അതാകുമ്പോൾ ജനങ്ങൾ അറിയില്ല. ജനങ്ങളുടെ വോട്ടൊക്കെ മേടിച്ച് ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് ജനങ്ങൾക്ക് പൊതുചോറും കിറ്റൊക്കെ കൊടുത്ത് അടിച്ച് പൊളിച്ചിങ്ങനെ കടന്നു പോകാം എന്നുള്ളതും പിണറായി വിജയൻ സർക്കാരിൻ്റെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇനി അത് നടപ്പിലാവില്ല. നോട്ട് വർക്കിംഗ് എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ന്യായീകരണമുണ്ട്. ആഫ്റ്റർ ഓൾ എല്ലാം പൊളിറ്റിക്സ്. കഴിഞ്ഞ 2 ടേം ഞാൻ പൊളിറ്റിക്സ് ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ 2 ടേം പൊളിറ്റിക്സ് ഒന്നും കാണാത്തപ്പം നീയൊക്കെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സഖ്യം രൂപീകരിച്ച് എല്ലാം കൂടി എനിക്ക് അടിച്ച് തന്നു. ഇനി എൻ്റെ പദ്ധതികളെല്ലാം അങ്ങോട്ടേക്ക് വരുമ്പം എന്നെ കുറ്റം പറയുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ പദ്ധതികളാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീണ ജോർജ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണ്ട എന്ന് ആദ്യം പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞിട്ട് അവസാനം ബാലഗോപാൽ അണ്ണനെ സമീപിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ ബാലഗോപാൽ അണ്ണ ആദ്യത്തെ 2-3 ദിവസമൊക്കെ കൊടുത്ത് 2-3 ഫണ്ടൊക്കെ കൊടുത്തിട്ട് 3-ൻ്റെ അന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ ബാലഗോപാൽ അണ്ണൻ പറഞ്ഞ് തരാൻ പറ്റൂല. കാരണം ഇവിടെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കണം. നിങ്ങൾ എന്തിനാണ് പറയുന്നത്? എന്ത് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇവിടെ പൂച്ച വെച്ച് കിടക്കണം. ക്ഷേമ പെൻഷൻ കൊടുത്തില്ല. മറിയക്കുട്ടി പിച്ച ചട്ടിയായിട്ട് ഇനി റോഡിലോട്ട് ഇറങ്ങണോ? ലക്ഷപ്രഭു ആയിരുന്നു ഞാൻ ഇപ്പോൾ പിച്ചക്കാരനായടെ നിന്നെയൊക്കെ കൊണ്ട് എന്നാണ് ബാലഗോപാൽ എണ്ണം പറയുന്നത്. അവസാനം നമ്മുടെ വീണ ജോർജ് പറഞ്ഞത് ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് പേര് മാറ്റാമല്ലേ, ശകലം വെള്ളം ചേർക്കാം, നല്ല കൊഴുപ്പുള്ള പാലാണ്, അതുകൊണ്ട് ശകലം വെള്ളം ചേർക്കാം എന്ന് നമ്മുടെ നാടോടിക്കാറ്റിൽ നമ്മുടെ ദാസനും വിജയനും പറയുന്ന പോലെ പേര് മാറ്റമല്ലേ എന്ന് പറഞ്ഞ് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് മൊത്തത്തിൽ അങ്ങ് മാറ്റി. പക്ഷെ അതിലും ഒരു ഉടായ്പ് കാണിക്കാൻ ശ്രമിച്ചു. അതായത് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പേര് 2-3 സ്ഥലങ്ങളിൽ മാറ്റി. 2-3 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞ് മാറ്റിയ ശേഷം ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നു ഈ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്ത് പാടുള്ള കാര്യമാണ്. അതായത് ഈ ബോർഡ് അടിക്കണം, ബോർഡിൽ നമ്മൾ എഴുതണം, ബോർഡിൽ എഴുതിയാൽ മാത്രം പോരാ, അതിനൊരു പൈസ ചിലവാകും, പിന്നെ ബോർഡ് അടിക്കാൻ പൈസ, ബോർഡ് അവന് എഴുതുന്ന പൈസ, പെയിന്റ് വാങ്ങിക്കുന്ന പൈസ, അങ്ങനെ ഒരു ബോർഡ് അടിക്കാൻ തന്നെ 15,000 രൂപ ചിലവാകും. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്തിക്കൂടെ എന്നാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് കേന്ദ്രത്തിനെ അറിയിച്ചത്. നമ്മുടെ മേറൂട്ടി ആട്ടുകാൽ പൊങ്കാലയ്ക്ക് ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തതിൽ 50,000 രൂപ ഈടാക്കി എന്നാണ് പറയുന്നത്. അതുപോലെ കേന്ദ്രം ഞെട്ടിപ്പോയി. ഒരു ബോർഡ് അടിക്കാൻ 15,000 രൂപ എന്ന് പറഞ്ഞ് കേന്ദ്രം പറഞ്ഞ് അടിച്ചിട്ട് പോയാൽ മതി. ദൂരത്തിനൊക്കെ പൈസ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പൈസ ദൂരത്തിനുണ്ടല്ലോ. നെതർലാൻഡ്സ് വഴി പോയി സിംഗപ്പൂർ വഴി കറങ്ങി ആ സമയത്ത് മരുമോനും കൂടെ മലേഷ്യയിലോ ഉഗാണ്ടയിലോ ഒക്കെ ആയിരിക്കും. അവിടെ നിന്നൊക്കെ കറങ്ങി നേരെ UAE വന്ന് അവിടെ ഒന്ന് സുഖിച്ച് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ബുർജ് ഖലീഫയിലൊക്കെ കയറി കറങ്ങി തിരിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരാൻ അതിന് കാശുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു ബോർഡ് അടിക്കാനാണോ കാശില്ലാത്തത്? ഒരു കാര്യം ചെയ്യും, മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിമ്മിംഗ് പൂളിൽ നവീകരിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ബോർഡ് അടിച്ചാൽ മതി. അപ്പോൾ കാണാം ഒരു ബോർഡല്ല, നിങ്ങൾക്ക് 10,000 ബോർഡ് അടിക്കാനുള്ള തുക കിട്ടും എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തിരിച്ചു പറഞ്ഞത്. അതോടുകൂടി അടപടലം പെട്ടു എന്ന് ആരോഗ്യമന്ത്രിക്ക് മനസ്സിലായി. അവസാനം ബോർഡ് അടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആരോഗ്യമന്ത്രിക്ക് ഉണ്ടായി. അതൊന്നാമത്തെ കാര്യം. ഇനി ആ പ്രസംഗത്തിൽ വേറൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് ഏറ്റവും മൊട്ടം വിറ്റ്. അത് കാണിച്ചു തരാം. ഇതാണത്. നമ്മൾ ലൈഫിന്റെ പേര് വെക്കുന്നില്ലല്ലോ, ലൈഫ് മിഷന്റെ പേര് വെക്കുന്നില്ല. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു പദ്ധതി ഒന്നുമില്ല. ഒരു വീട് ഒരു വ്യക്തിയുടെ സ്വപ്നമാണ്. അവർ സമാധാനത്തോടെ അവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓരോ പ്രാവശ്യം കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ വീടാണല്ലേ, അവിടെ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ അനുവദിക്കില്ല, പദ്ധതിയുടെ പേരും വെക്കാൻ അനുവദിക്കില്ല, അതിന് മനസ്സില്ല എന്നുള്ളത് തന്നെ കേന്ദ്രത്തെ അറിയിച്ചു. ഈ വീഡിയോയിൽ വീണ ജോർജ് പറയുന്നത് ലൈഫ് മിഷൻ നമ്മുടെ പിണറായി സർക്കാരിൻ്റെതാണ്. പിണറായി സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ ലൈഫ് മിഷന്റെ വീടുകളിൽ എവിടെയെങ്കിലും ലൈഫ് മിഷൻ എന്ന് എഴുതി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഭവനം, നമ്മുടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ലൈഫ് മിഷൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊരു വൃത്തികേടാണ്, എന്തൊരു അനീതിയാണ് എന്ന് നിങ്ങൾ തോന്നുന്നില്ലേ നിഷ്കളങ്കരെ എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. ഞാൻ ഒരു ഫോട്ടോ കാണിക്കുന്നത്. ഡിം പോയി അത് എഴുതിയിരിക്കുന്നു. നോക്ക്, ഇതിലും ഭംഗിയായിട്ട് എഴുതാൻ പറ്റൂല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലൈഫ് ഭവനം 2018 അടുത്ത ലൈഫ് ഭവന പദ്ധതി. ലൈഫ് ഭവന പദ്ധതി 2ാം ഘട്ടം 2016-2019. നല്ല രസമുള്ള വീട്. അതിൻ്റെ സൈഡിൽ മറ്റേ കേരളിന് മഞ്ഞക്കുറ്റി അടിച്ചിരിക്കും പോലെ മഞ്ഞ കളറിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം. പാവം ആ സ്ത്രീകളുടെ മനസ്സ് എന്തോരം നൊന്ത് കാണും വീണ ജോർജ് എന്ന് മാത്രമേ എനിക്ക് വീണ ജോർജിനോട് ചോദിക്കാനുള്ളൂ. പിന്നെ വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സകല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എങ്ങനെ വിവാദം ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് പറ്റാബദ്ധമാണ്. ആരോഗ്യ വകുപ്പിനെ എങ്ങനെയെങ്കിലും മുകളിലോട്ട് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ലാന്ന് വീണ ജോർജിന് മനസ്സിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വീണ ജോർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ ജോർജ് നേരെ വണ്ടി എടുത്ത് കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അങ്ങോട്ടേക്ക് കയറി പോകാൻ നോക്കിയത്. അപ്പോഴും കേന്ദ്രം പറഞ്ഞു പോവണ്ട,
അവിടെ എല്ലാം നല്ലപോലെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. നമ്മളവിടെ അവിടുത്തെ കേന്ദ്രവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, അവിടുത്തെ രാജാവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് എന്തെടുക്കാനാണ്? സെൽഫി എടുക്കാനാണ് അവിടെ പാവപ്പെട്ട ജനങ്ങളിവിടെ എന്നാണ് കേന്ദ്ര സർക്കാർ ചോദിച്ചത്. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് വീണ ജോർജിനോട് പറഞ്ഞു. പക്ഷേ വേറൊരു വിരോധാഭാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹജ്ജ് കർമ്മത്തിന് പോയ എത്രയോ മലയാളികൾ അവിടെ ഉഷ്ണതരംഗത്തിൽ മരിച്ചു വീഴുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വീണ ജോർജിന് പോകണമെന്ന് തോന്നിയില്ലല്ലോ. അതെന്താ വീണ ജോർജ് മാഡം അങ്ങോട്ട് പോകണമെന്ന് തോന്നാത്ത? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. അല്ല, നിങ്ങൾ മലയാളികളുടെ കാര്യത്തിൽ ഇത്രയും ഉത്കണ്ഠപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കുവൈത്തിൽ ദുരന്തം ഉണ്ടായപ്പോൾ അങ്ങോട്ടേക്ക് ചാടിക്കേടി പുറപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഹജ്ജ് കർമ്മത്തിന് പോയ മലയാളികൾ ഉഷ്ണതരംഗത്തിൽ മരിച്ചു വീഴുന്നത് വീണ ജോർജ് എന്തുകൊണ്ടാണ് കണ്ടില്ല എന്നടിച്ചത്? എന്താ, അവരൊന്നും മലയാളികളല്ലേ, അല്ലെങ്കിൽ അവരൊന്നും മനുഷ്യരല്ലേ? അങ്ങോട്ടേക്ക് പോയി ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണമെന്ന് വീണ ജോർജിന് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വീണ ജോർജിന് അത് നിഷേധിക്കാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ വീണ ജോർജിൻ്റെ 2 ഗംഭീര യമണ്ടം തള്ളുകൾ പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ്. ഇനി വീണ ജോർജിന് വേറൊരു കാര്യമുണ്ട്. വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ്, ഈ വീണ ജോർജും ജോർജ് ജോസഫും കൂടെ അവരുടെ മണ്ഡലത്തിൽ കിടന്ന് കാണിക്കുന്ന കഞ്ഞന്തിരിവ് അവിടെയുള്ള CPM പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വീണ ജോർജിൻ്റെ ഹസ്ബൻഡും കൂടെ കിടന്ന് കാണിക്കുന്നത് PWDയിലെ ഉദ്യോഗസ്ഥരെയും അവിടെയുള്ള പൊതുമരാമത്തിലെ ഉദ്യോഗസ്ഥരെയും അവിടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം വീണ ജോർജിൻ്റെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം അനധികൃത നിയമങ്ങൾ, ആരോഗ്യ വകുപ്പിൽ വരുന്ന അനധികൃത നിയമനങ്ങളെല്ലാം വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഒത്താശയോട് കൂടിയാണെന്നാണ് നമ്മുടെ CPM ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന താൽക്കാലിക നിയമനങ്ങളും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി നടക്കുന്ന പർച്ചേസ് നടപടികളിലും ഇടപെടുന്ന ഭർത്താവും മന്ത്രിയെ നോക്കുകുത്തിയാക്കി വകുപ്പ് ഭരിക്കുകയാണെന്നും ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്നുമാണ് പത്തനംതിട്ട DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറയുന്നത്. ഇതിനു പുറമെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കിഫ്ബി പൊതുമരാമത്ത് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ്. തന്റെ ഉടമസ്ഥതയിൽ കൊടുമണ്ണിലുള്ള കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓടയുടെ ഗതിമാറ്റിയ നടപടി മറച്ചുവെക്കുന്നതിനാണ് ജോർജ് ജോസഫിന്റെ ശ്രമമെന്ന് സതീഷ് കൊച്ചുപറമ്പിൽ ആരോപിച്ചു. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ നടക്കുന്ന റോഡ് പണിയിൽ മന്ത്രിയും ഭർത്താവും നടത്തുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾക്കെതിരെ CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരനും സ്ഥലം MLA കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കറും എതിർപ്പുന്നയിച്ചിട്ടും CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഒത്താശയോടുകൂടിയാണ് മന്ത്രിയുടെ ഭർത്താവിന്റെയും ഈ അഴിഞ്ഞാട്ടം എന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഞായറാഴ്ചയായിട്ട് കണ്ടന്റിന് ക്ഷാമമൊന്നും വന്നില്ലല്ലോ. ഇപ്പം തന്നെ 3 വാർത്തകളായി. കെജ്രിവാളിൻ്റെ വാർത്ത, കരിവന്നൂരിലെ 117 കണ്ടുകെട്ടിയ വാർത്ത, വീണ ജോർജിൻ്റെ 3 വാർത്തകളായി. ഇതിന് പുറമെ ഇനി ഒരു ബോണസ് വാർത്ത കൊടുത്തരാം. അതായത് കരിവന്നൂർ ബാങ്കിലെ വായ്പകളിൽ നിന്ന് CPM പണം കൈപ്പറ്റി, അതായത് CPM മാസപ്പടി കൈപ്പറ്റി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഗോവിന്ദ 117 കോടിയിലേ എത്തിയുള്ളൂ, ഇനിയും വരും. ആ AKG സെന്റർ കൂടെ കണ്ടുകെട്ടുന്നതിന് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. അപ്പൊ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.